പ്രസിപ്പിറ്റേഷൻ ആൻഡ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ആണ് എനിക്ക് കിട്ടിയ സെമിനാർ ടോപ്പിക്ക്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് എന്ന് നോക്കാം. The antigens and the antibodies combine specifically with each other. This interaction between them is called antigen antibody reaction. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ സ്പെസിഫിക്കലി മറ്റൊരു ആൻറ്റിബോഡി ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയാണ്. ഇപ്പോൾ എല്ലാ ആൻറ്റിജനും എല്ലാ ആൻറ്റിബോഡി ആയിട്ടും റിയാക്ട് ചെയ്യില്ലെന്ന് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഒരു സ്പെസിഫിക് ആൻറ്റിജൻ അതിന് സ്പെസിഫിക് ആയിട്ട് ഏത് ആൻറ്റിബോഡിയാണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രമേ റിയാക്ട് ചെയ്യുകയുള്ളൂ. എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ഓർക്കുന്നില്ലേ? അപ്പോൾ അതിൽ ലോക്കാൻകി മോഡൽ അതുപോലെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനും വളരെ സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ കോംപ്ലക്സിനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് പറയുന്നത്. This form the basis for the humoral immunity or antibody mediated immunity. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അതല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റർ ഓർ ആൻറ്റിജൻ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ബേസിക് എന്ന് പറയുന്ന കാര്യമാണ്. This reaction form the basis for detection of infectious disease causing agents and also some non-specific antigens like enzymes. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എപ്പോഴാണ് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ബാധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, പതോജൻസ്, ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രസൻസ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ബേസിക്ക് വെച്ചിട്ടാണ്. When antigen antibody reaction occurs in vitro, they are known as serological reaction. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഇൻവിട്രോ ആയിട്ട് നടക്കുക, ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, അതിനാണ് സിറോളജിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡ് നടക്കുന്ന ഇൻവിട്രോ ആയിട്ട് നടക്കുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയാണ് സിറോളജിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. The reaction between antigen antibody occurs in 3 stages. ഈ ഒരു റിയാക്ഷൻ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ റിയാക്ഷൻ നടക്കുന്നത് 3 സ്റ്റേജിലൂടെയാണ്. ഇൻ ഫസ്റ്റ് സ്റ്റേജ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ഫസ്റ്റ് സ്റ്റേജിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ട് മാറും. ഇൻ സെക്കൻഡ് സ്റ്റേജ് ലെറ്റ്സ് ടു വിസിബിൾ ഇവൻറ്റ്സ് ലൈക്ക് പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ എക്സെട്ര. ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞല്ലോ, അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നതാണ് പ്രസിപ്പിറ്റേഷനും അഗ്ലൂട്ടിനേഷനും റിയാക്ഷനും. ഓക്കെ, ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി നടക്കുന്നത് 3 സ്റ്റേജിലൂടെയാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ സ്റ്റേജിൽ ഈ കമ്പൈൻ ചെയ്ത് വന്ന കോംപ്ലക്സിനെ നമുക്ക് വിഷ്വലായിട്ട് കാണണമല്ലോ. ആ വിഷ്വലൈസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത് പ്രസിപ്പിറ്റേഷനും അഗ്ലൂട്ടിനേഷനും മെത്തേഡ്. In third stage includes destruction of antigen or its neutralization. ഓക്കെ, തേർഡ് സ്റ്റേജിൽ വരുന്നത് ഡിസ്ട്രക്ഷൻ ആണ്. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആൻറ്റിജനെ നശിപ്പിച്ച് കളയുകയാണ് ലാസ്റ്റ് സ്റ്റേജിലായിട്ട് വരുന്നത്. ഇനി ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ 4 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ സ്പെസിഫിസിറ്റി ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ, സെക്കൻഡ് ഇമ്മ്യൂൺ കോംപ്ലക്സ്, തേർഡ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ, ലാസ്റ്റ് ആണ് ബൈൻഡിങ് ഫോഴ്സ് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷന്. അപ്പോൾ ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്പെസിഫിസിറ്റി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻറ്റിജൻ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ആൻറ്റിബോഡി ആയിട്ട് എന്ന് വെച്ചാൽ ആൻറ്റിജന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഏതാണോ ആൻറ്റിബോഡി ഉള്ളത് അതുമായിട്ട് മാത്രമേ ഇത് റിയാക്ട് ചെയ്യൂ. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ആൻറ്റിബോഡി നോക്കാം. അപ്പോൾ ഇതിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിൻ്റെ ഷേപ്പും കളറും നോക്കിക്കേ. അപ്പം ഇവിടെ കളറ് യെല്ലോ കളറും ഷേപ്പ് ഒരു യു ഷേപ്പുമാണ്. അപ്പം മുകളിൽ കുറച്ച് ആൻറ്റിജൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കൊടുത്തിരിക്കുന്ന ഏത് ആൻറ്റിജൻ ആയിരിക്കും ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? യെല്ലോ ആയിരിക്കും. കാരണം ഇവിടത്തേത് കളറ് യെല്ലോയും ഷേപ്പ് യു ഷേപ്പുമാണ്. അതുകൊണ്ട് മേളിൽ കൊടുത്തിരിക്കുന്നതിനകത്ത് അപ്പം യെല്ലോ തന്നെയായിരിക്കും വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതൊരു ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. പക്ഷെ ഇങ്ങനെയല്ല നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ
നമ്മുടെ ബോഡിയിൽ ലെൻസ് ആണല്ലോ ഉള്ളത്. ലെൻസ് ആണെങ്കിൽ നമുക്ക് ലെൻസ് ആൻറ്റിജൻ ലെൻസ് ആൻറ്റിബോഡി ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ. അതുപോലെ കിഡ്നി ആൻറ്റിജൻ കിഡ്നി ആൻറ്റിബോഡി ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ. അതാണ് സ്പെസിഫിസിറ്റി. ഇപ്പം നമ്മുടെ ബോഡിയിൽ യെല്ലോ കളറോ അല്ല പർപ്പിൾ കളറോ യു ഷേപ്പോ വി ഷേപ്പോ ഒന്നും വെച്ചിട്ടല്ല ആൻറ്റിജൻ ആൻറ്റിബോഡി ഒന്ന് ബൈൻഡ് ചെയ്യുന്നത്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏത് ഓർഗനിലാണോ ആൻറ്റിജൻ അതിനനുസരിച്ചുള്ള ആൻറ്റിബോഡി മാത്രമേ റിയാക്ട് ചെയ്യൂ. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഫിഗർ വെച്ചിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് വണ്ണാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്യുമെന്നുള്ളത്. വെറുതെ ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. കോംപ്ലക്സ് സക്സസ്ഫുൾ ഫോം ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് എന്താണ് റിയാക്ഷൻ നടക്കൂ എന്ന് വരൂ. ഫോർ എക്സാമ്പിൾ, ആൻറ്റിജൻ ആൻറ്റിബോഡി കമ്പൈൻ ചെയ്ത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തതായിട്ട് ഉള്ള റിയാക്ഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം സംടൈംസ് ടൈം ടേക്കിംഗ് ഓർ സംടൈംസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. കോംപ്ലക്സ് എപ്പോൾ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോം ആയതിന് ശേഷമേ നമുക്ക് എന്ത് ഇമ്മ്യൂൺ റെസ്പോണ്ടാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കാം. ലൈക്ക് ഇപ്പോൾ കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ, ഫാഗോസൈറ്റോസിസ്, അങ്ങനെ എന്തൊരു റിയാക്ഷൻ ആണോ കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷമേ എന്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഓൺ ആവുകയുള്ളൂ. ഇമ്മ്യൂൺ കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ഫീച്ചറായിട്ട് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ഫീച്ചറാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്ന ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് സൈറ്റ് ഉണ്ട്. എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷനിൽ അവരുടെ സൈറ്റ് ഉള്ളതുപോലെ തന്നെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനിലും അവർക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഈ ആൻറ്റിജൻ്റെ മുകളിൽ ആൻറ്റിബോഡി വന്നിരിക്കുന്ന ആ ഭാഗത്തിന് എപ്പിടോപ്പ് എന്നാണ് പറയുന്നത്. ഓർ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്നും പേരുണ്ട്. ഓക്കെ, ആൻറ്റിജനിൽ ആൻറ്റിബോഡി വന്നിരിക്കുന്ന ഭാഗത്തിന് എപ്പിടോപ്പ് എന്നും അല്ലെങ്കിൽ അതിനെ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് പേരുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിടോപ്പിനെയാണ് നമ്മുടെ ആൻറ്റിബോഡി ആണെങ്കിലും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലും ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ എപ്പിടോപ്പിനെയാണ്. അതുപോലെ ആൻറ്റിബോഡീനെ ഈ ആൻറ്റിജൻ വന്നിരിക്കുന്ന ഭാഗവും ഉണ്ട്, അതിനെ പാരാടോപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇമേജ് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ആൻറ്റിജൻ്റെ ഒരു എൻഡിൽ ആൻറ്റിബോഡിയുടെ എൻഡ് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിജൻ്റെ ഈ എൻഡിനെ പറയുന്ന പേരാണ് എപ്പിടോപ്പും ആൻറ്റിജൻ വന്നിരിക്കുന്ന എൻഡിനെ പാരടോപ്പ് എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എപ്പിടോപ്പ് ഉള്ളത് ആൻറ്റിജനിലാണ്, പാരടോപ്പ് ഉള്ളത് ആൻറ്റിബോഡിയിലാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ബൈൻഡിങ് ഫോഴ്സ് ആണ്. ബൈൻഡിങ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിലാണ്. ഫസ്റ്റ് വണ്ണാണ് എന്താ പറയുക, ക്ലോസ്നെസ് ബിറ്റ്വീൻ ആൻറ്റിജൻ ആൻറ്റിബോഡി. ഇവിടെ എന്തെന്ന് വെച്ചാൽ എത്രത്തോളം ആൻറ്റിജൻ ആൻറ്റിബോഡി അടുത്തിരിക്കുന്നു അത്രത്തോളം ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ തരും. ക്ലോസ്നെസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം അത് റിയാക്ഷൻ നടക്കും. രണ്ടാമത്തെയാണ് നോൺ കോവാലന്റ് ബോണ്ട്. മെയിനായിട്ട് ഇവരുടെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്, വാണ്ടർവാൾ ഫോഴ്സ്, ഹൈഡ്രോഫോബിക് ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു ബോണ്ടിങ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു ബോണ്ടിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. തേർഡ് വണ്ണാണ് അഫിനിറ്റി ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള സ്ട്രെങ്ത്, അവരുടെ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് ആണ് അഫിനിറ്റി എന്ന് പറയുന്നത്. നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ 3 ഫാക്ടേഴ്സ് ആണ് ബൈൻഡിങ് ഫോഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എൻ്റെ ടോപ്പിക്കായ പ്രസിപ്പിറ്റേഷൻ ആൻഡ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനെ നോക്കാം. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ടൈപ്സ് ആണ്. പ്രസിപ്പിറ്റേഷനും അഗ്ലൂട്ടിനേഷനും കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള 2 എണ്ണമാണ് പ്രസിപ്പിറ്റേഷനും അഗ്ലൂട്ടിനേഷനും റിയാക്ഷൻ്റെത്. ഫസ്റ്റ് ആണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിജനും ആൻറ്റിബോഡിയും ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ, ഇപ്പം എക്സാമ്പിൾ NaCl പോലെയുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും pHലും റിയാക്ട് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്നുവെച്ചാൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ NaCl പോലെയുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ
പർട്ടിക്കുലർ ആയിട്ടുള്ള pHലും ടെമ്പറേച്ചറും റിയാക്ട് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഈ പ്രസിപ്പിറ്റേറ്റിൻ്റെ ഫീച്ചർ എന്തെന്ന് വെച്ചാൽ ഈ പ്രസിപ്പിറ്റേറ്റ് ഇൻസോലുബിൾ ആയിരിക്കും. പക്ഷേ ആൻറ്റിജൻ ആൻറ്റിബോഡി സോലുബിൾ ആണ്. ഇപ്പോൾ സോലുബിൾ ആയിട്ടുള്ള ആൻറ്റിജനും ആൻറ്റിബോഡിയും ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്ത് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് തരുന്നത്. ഈ റിയാക്ഷനെയാണ് പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡിനെ പ്രസിപ്പിറ്റിൻ എന്ന് പറയുന്നു. അതായത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ തരുന്ന ആൻറ്റിബോഡിനെ പ്രസിപ്പിറ്റിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇമേജിൽ ഫസ്റ്റ് കാണുന്നത് ആൻറ്റിബോഡിയും സെക്കൻഡ് ആൻറ്റിജൻസുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻസോലുബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കുന്നത് 2 മീഡിയയിലൂടെയാണ്. ഒന്നെങ്കിൽ ലിക്വിഡ് മീഡിയ അല്ലെങ്കിൽ ജെൽ മീഡിയയിൽ ഒന്നെങ്കിൽ ലിക്വിഡ് മീഡിയയിൽ അല്ലെങ്കിൽ ജെൽ മീഡിയയിൽ ചെയ്യാം പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. ആദ്യം ലിക്വിഡ് മീഡിയയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ലിക്വിഡ് മീഡിയയിൽ നമ്മൾ സീരിയൽ ഡൈല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീരിയൽ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് അറിയാലോ, ഇൻക്രീസിങ് ഓർഡറിൽ സാമ്പിൾ ആഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ്. ആ സെയിം ടെക്നിക്കാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സീരിയൽ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ട്യൂബുകൾ നമ്മൾ റെഡിയാക്കി വെക്കും. ഇതിൽ ചെറിയ ചെറിയ ട്യൂബ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെല്ല് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ആൻറ്റിബോഡിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഈക്വൽ എമൗണ്ട് ഓഫ് ഇപ്പം നമ്മളിപ്പോൾ 4 ട്യൂബാണ് എടുക്കാമെന്ന് വെക്കുക, അല്ല 5 ട്യൂബാണ് എടുക്കാമെന്ന് വെച്ചാൽ അതിൽ ഈക്വൽ ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിരിക്കും ഇടുന്നത്. ഇപ്പോൾ 10 ആൻറ്റിബോഡി ആണെങ്കിൽ 10 ആൻറ്റിബോഡിയും ആ 5 ട്യൂബിലും ഈക്വൽ ആയിട്ടായിരിക്കും ഇടുന്നത്. പിന്നെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൻറ്റിജൻ്റെ എമൗണ്ടിലായിരിക്കും. ആൻറ്റിജൻ ഒരു ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും അവിടെ ആ ട്യൂബിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് ട്യൂബിൽ 5 ആൻറ്റിജൻ ആണെങ്കിൽ സെക്കൻഡ് ട്യൂബിൽ 10 ആൻറ്റിജൻ ആയിരിക്കും, തേർഡ് ട്യൂബിൽ 15, ഫോർത്ത് അങ്ങനെ എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും അവിടെ ആൻറ്റിജൻസ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ആൻറ്റിബോഡിയുടെ കേസിൽ അങ്ങനെയല്ല, ആൻറ്റിബോഡി കോൺസ്റ്റൻ്റ് ആയിരിക്കും. 10 ആണെങ്കിൽ 10 ആൻറ്റിബോഡി ആയിരിക്കും 5 ടെസ്റ്റ് ട്യൂബിൽ ഈക്വലായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഇതിന് റിയാക്ട് ചെയ്യാൻ നമ്മൾ ടൈം കൊടുക്കും. എന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ആൻറ്റിജനും ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പിന്നെ ഇവർ ഫോം ചെയ്ത പ്രസിപ്പിറ്റേറ്റിൻ്റെ അളവ് മെഷർ ചെയ്യുന്നതാണ്. ഈ അളവ് നോക്കിയിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അതാണ് പ്രസിപ്പിറ്റേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ആൻറ്റിജനും അളവും വൈ ആക്സിസിൽ ആൻറ്റിബോഡിയുടെ അളവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോ നമ്പർ ഓഫ് ആൻറ്റിജൻസ്. ഇവിടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ അളവ് 0 ആണ്, അവിടെ ഒന്നും പ്ലോട്ട് ചെയ്തിട്ടില്ലല്ലോ. സപ്പോസ് ഇപ്പോൾ രണ്ടാമത്തത് ആൻറ്റിബോഡി 10 ആണെങ്കിൽ ആൻറ്റിബോഡി 10 ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ആൻറ്റിജൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്യുമല്ലോ, അപ്പോൾ അത് തമ്മിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുമല്ലോ. അതാണ് അവിടെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ആദ്യത്തിനകത്ത് ആൻറ്റിജൻ ഇല്ല, അപ്പം അവിടെ ഒരു ഇതും വന്നിട്ടില്ല, പ്രസിപ്പിറ്റേറ്റ് വന്നിട്ടില്ല. രണ്ടാമത്തിനകത്തെന്ന് പറഞ്ഞാൽ 10 ആൻറ്റിബോഡി ആയതുകൊണ്ട് കൂടെ 5 ആൻറ്റിജൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു പ്ലോട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പം അടുത്തതെന്ന് പറയുമ്പോൾ അങ്ങനെ കൂടും. അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആൻറ്റിജനും ആൻറ്റിബോഡിയുടെ അളവ് ഒരു ടൈമിൽ ഈക്വലായിട്ട് മാറും, ഓൾമോസ്റ്റ് സെയിം ആയിട്ട് മാറും. ആ ഒരു സോണിനെ പറയുന്നതാണ് ഈക്വലൻറ്റ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ആൻറ്റിജനും എല്ലാ ആൻറ്റിബോഡിയായിട്ട് ബൈൻഡ് ചെയ്ത് കമ്പൈൻ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ. ഫസ്റ്റ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ആൻറ്റിബോഡി എക്സ് സോൺ എന്നാണ്. അപ്പോൾ ആൻറ്റിബോഡി എക്സ് സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻറ്റിബോഡി അളവാണ് കൂടുതൽ. 10 ആൻറ്റിബോഡിയാണ് എല്ലാ ടെസ്റ്റ് ട്യൂബിലും ഈക്വലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻറ്റിജനോ 5, 10, 15 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ ഗ്രീൻ കളറിനകത്ത് കൊടുത്തിരിക്കുന്നതിനകത്ത് ആൻറ്റിബോഡിയുടെ അളവാണ് എക്സസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബ്ലൂ കളറിനകത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ആഡ് ചെയ്ത് തോന്നുന്നപ്പോൾ 10 ആൻറ്റിജനും 10 ആൻറ്റിബോഡിയായിട്ട് മാറും. അവർ രണ്ടുപേരുടെയും എമൗണ്ട് ഈക്വലായിട്ട് മാറും. അങ്ങനെ ഈക്വലായിട്ട് മാറുമ്പോൾ അവിടെ
ഇഷ്ടംപോലെ പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് ആൻറ്റിബോഡിയുടെ അളവ് കുറയുമല്ല, ആൻറ്റിബോഡി 10 ഉള്ളൂ. പക്ഷേ ആൻറ്റിജൻ്റെ അളവ് നമ്മളിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. 5 കൊടുത്തു, 10 കൊടുത്തു, 15 കൊടുത്തു, 20 കൊടുത്തു, 25, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കുറയും. അവിടെ എക്സസ് ആൻറ്റിജൻസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്രസിപ്പിറ്റേഷൻ ഇൻ ജെല്ല് നോക്കാം. അപ്പം ഇവിടെ റേഡിയൽ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ എന്നും പറയുന്നത്, അല്ലെങ്കിൽ മാൻസിനി എന്നും പറയുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ജെൽ ഏജൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജെല്ലിങ് ഏജൻ്റായിട്ട് അഗാർ അല്ലെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്യാം. ഈ ഒരു ജെല്ലിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇത് നടക്കുന്നത്. ഒന്നെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ പെട്രി പ്ലേറ്റിൽ ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യും. മീഡിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജെല്ലിനകത്ത് ആൻറ്റിബോഡി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇയർ വേരിയബിൾ ടെമ്പറേച്ചർ ആകുമ്പോൾ ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നല്ല ചൂടോടെയാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും ആൻറ്റിബോഡി പ്രോട്ടീൻ അല്ലേ, അത് ഡീനേച്ചറായി പോകും. അതുകൊണ്ട് ചെറിയ ചൂടിൽ ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുക്കപ്പെടും. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ജെൽ ലിക്വിഡ് കൺസിസ്റ്റൻസി ഇല്ലേ, ഇതിൽ ആൻറ്റിബോഡി മിക്സ് ചെയ്ത് കഴിഞ്ഞ് പെട്രോൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതിനൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നു. സെറ്റായി കഴിയുമ്പോൾ വെല്ലുകൾ ക്രിയേറ്റ് ചെയ്യും. ആ കുഴിയുടെ അകത്താണ് ആൻറ്റിജനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻറ്റിജൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കും. വെല്ലിന് ചുറ്റും മൂവ് ചെയ്യും. ചിലത് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, ചിലത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സോൺ എത്തുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റും. ഒരു റിങ് പോലെയാണ് കാണുന്നത്. ഇപ്പോൾ താഴെ കൊടുത്തിരുന്ന പിക്ചർ നോക്കുക. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. റൈറ്റ് സൈഡിൽ ഉള്ളത് ആണ് പെട്രി പ്ലേറ്റിൽ ചെയ്യുമ്പോൾ കിട്ടുക. എന്ന് വെച്ചാൽ പെട്രി പ്ലേറ്റിൽ ഒഴിച്ച് വെല്ലുകൾ ഉണ്ടാക്കിയല്ലോ, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെല്ലിനകത്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്തിട്ട് ഒരു ഒരു സോൺ പോലെ കണ്ടില്ല, ഒരു റിങ് ലൈക്ക് സ്ട്രക്ചർ പോലെ, അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ റിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ജെല്ലിനകത്ത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്താൽ ഈ റിങ് ഫോമേഷൻ കാണാൻ പറ്റും. ഇതിനെയാണ് റേഡിയൽ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ നിന്ന് വ്യത്യാസം വരുന്നത് എന്തെന്ന് വെച്ചാൽ, അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നടക്കുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ നടത്തുകയാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ടെമ്പറേച്ചറും അതുപോലെ pHഉം കൺട്രോൾഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിലും pHയിലും ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യാൻ അനുവദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നമുക്ക് ക്ലംസ് പോലെയാണ്, തരികൾ പോലെ കിട്ടുന്ന വിസിബിൾ പ്രൊഡക്റ്റാണ്. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീനെ അഗ്ലൂട്ടിനിൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനകത്ത് ആൻറ്റിബോഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡിനെ അഗ്ലൂട്ടിനിൻസ് എന്നാണ് പറയുന്നത്. ഈ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൻറ്റിജനെ അഗ്ലൂട്ടിനോജൻസ് എന്നാണ് പറയുന്നത്. 2 തരത്തിലുള്ള അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ, ഇത് ഗ്ലാസ് സ്ലൈഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ലൈഡിലാണ് നടത്തുന്നത്. സെക്കൻഡ് വണ്ണാണ് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ, ട്യൂബിലാണ് നടത്തുന്നത്. അപ്പം പിന്നെ ഒരു ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ, സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ആൻറ്റിജൻ്റെ അല്ലെങ്കിൽ കോസിറ്റീവ് ഏജൻറ്റ് പ്രസൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ മാത്രമേ ഈ സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ ഉപയോഗിച്ച് അറിയാൻ പറ്റും. ഇതൊരു റാപ്പിഡ് മെത്തേഡാണ്. ബട്ട് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ എത്രത്തോളം ഇൻഫെക്റ്റഡ് ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കുക. ഇവിടെ ഗ്ലാസ് സ്ലൈഡിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ആൻറ്റിജൻ നേരിട്ട് കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഗ്ലാസ് സ്ലൈഡിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം ന്യൂമോണിയ ആണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ന്യൂമോണിയ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉടനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് ആണ് ഇവിടെ നോക്കുന്നത്.
ഇപ്പം എൻ്റെ ബോഡിയിലാണെങ്കിൽ അല്ലെങ്കിൽ ബോഡിയിലെ ഇപ്പോൾ ബ്ലഡിലോ സെറത്തിലോ പോലുള്ള സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്രോപ്പ് ഈ ഗ്ലാസ് സ്ലൈഡിൽ വയ്ക്കും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. അപ്പോൾ ന്യൂമോണിയ കോസ് ചെയ്യുന്ന ആൻറ്റിജൻസ് ഏതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിനെ ഈ സാമ്പിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് ടൈം റിയാക്ട് ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം എൻ്റെ ബോഡിയിൽ ന്യൂമോണിയ ഉണ്ടെങ്കിൽ ഈ ബ്ലഡിൽ ആൻറ്റിബോഡീസും ഉണ്ടാവുമല്ലോ. ഈ ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കുന്ന ആൻറ്റിബോഡി ആദ്യം കൊടുത്ത ഈ ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ കാണിക്കും. ന്യൂമോണിയ ഉണ്ടെങ്കിൽ അഗ്ലൂട്ടിനേഷൻ കാണിക്കും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ അഗ്ലൂട്ടിനേഷൻസ് വന്നിട്ടില്ലെങ്കിൽ ന്യൂമോണിയ ഇല്ല. അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ ന്യൂമോണിയ ഉണ്ടെന്നാണ് ടെസ്റ്റ് അറിയുന്നത്. അപ്പോൾ ആൻറ്റിബോഡിയുടെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഫിഗറിൽ പോസിറ്റീവ് റിയാക്ഷൻ ഉള്ളതാണ് അഗ്ലൂട്ടിനേഷൻസ്. നെഗറ്റീവ് അഗ്ലൂട്ടിനേഷൻ ഇല്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ അവിടെ ഇല്ല. പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അഗ്ലൂട്ടിനേഷൻ ഉണ്ട്. അഗ്ലൂട്ടിനേഷൻ എന്നത് ക്ലംസ് പോലെ കാണാൻ നമുക്ക് കഴിയും. അപ്പം ഈ ഒരു ഫിഗറിൽ അത് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ്റെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു എക്സാമ്പിൾ ഹീമോ അഗ്ലൂട്ടിനേഷൻ. ഇത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന ഇമേജിനകത്ത് ABD ബ്ലഡ് ഗ്രൂപ്പ് ഈ പറയുന്ന മൂന്ന് ആൻറ്റിസെറമാണ് യൂസ് ചെയ്യുന്നത്. ഡി ആൻറ്റിസെറം AB പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ AB നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ നോക്കുന്നതാണ്. AB ഏത് ആൻറ്റിജൻ ആണെന്ന് തിരിച്ചറിയണം. ഡി RH പോസിറ്റീവ് അല്ലെങ്കിൽ RH നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്യൂബ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ട്യൂബുകളിലായിട്ടാണ്. സീരിയൽ ഡൈലൂഷൻ മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ബോഡിയിൽ കുറേ പതോജൻസ് അല്ലെങ്കിൽ ആൻറ്റിജൻസ് കയറിയിട്ടുണ്ടോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കുറേ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ കുറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ ആൻറ്റിബോഡി. അപ്പോൾ ബ്ലഡ് നോക്കിയാൽ മനസ്സിലാകും എത്ര ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ബേസിക് വെച്ചിട്ടാണ് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ കുറേ ട്യൂബ്സ് സീരിയലായിട്ട് അറേഞ്ച് ചെയ്ത് അത് ഡിക്രീസിങ് ഓർഡറിലാണ് സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ട്യൂബ് ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടൈഫോയിഡിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ട്യൂബ് അഗ്ലൂട്ടിനേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടൈഫോയിഡിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ യൂസ് ചെയ്യുന്ന ആ ഒരു ട്യൂബ് അഗ്ലൂട്ടിനേഷൻ്റെ പേരാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ പേരിലാണ് ടൈഫോയിഡ് ടെസ്റ്റ് അറിയപ്പെടുന്നത്. ഫിഗറിൽ 5-6 ട്യൂബ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് എടുക്കുന്നു. ഈ ട്യൂബിൽ ഈക്വൽ എമൗണ്ട് ഓഫ് സലൈൻ ഫില്ല് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ ട്യൂബിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കും. സാമ്പിൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബ്ലഡ് ആവാം അല്ലെങ്കിൽ സിറം ആവും. എന്താ ചെയ്യുന്നത്? നമ്മൾ ബ്ലഡിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഇൻഫെക്ഷസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ചെയ്യുന്നത്. മറ്റേ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന് മാത്രമേ ഗ്ലാസ് സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ അറിയത്തുള്ളൂ. ട്യൂബ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് കയറി ഇൻഫെക്ഷസ് ആണ് എന്നറിയുന്നതാണ് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ. അപ്പോൾ ഓരോ ട്യൂബിനകത്തും ഒരു സലൈൻ വാട്ടർ ഇങ്ങനെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്ലഡ് ആണോ അല്ലെങ്കിൽ സെറം ആണോ ആ ഒരു സാമ്പിള് ഇങ്ങനെ ഫസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യും. ഫസ്റ്റ് ട്യൂബിൽ ഒഴിച്ച സെറം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പം ഇത് നമ്മുടെ ഈ സെറം ഈ സലൈൻ വാട്ടറിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒന്നത് കോൺസെൻട്രേഷൻ കുറയുമല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് 1 ml എടുത്ത് സെക്കൻഡ് ട്യൂബിൽ ഒഴിക്കും. ഇങ്ങനല്ല, ആദ്യം തന്നെ ഈ 6 ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ എടുക്കുമല്ലോ. ആ 6 ടെസ്റ്റ് ട്യൂബിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് സലൈൻ വാട്ടർ 1 ml വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ടെസ്റ്റ് ട്യൂബിലും സലൈനാണ് ആഡ് ചെയ്യുന്നത് ഈക്വൽ എമൗണ്ട്. എന്നിട്ടാണ് എത്രത്തോളം ഇൻഫെക്ഷൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഒന്നെങ്കിൽ ബ്ലഡ് ആവാം അല്ലെങ്കിൽ സെറം ആകാം. അത് നമ്മൾ 1 ml ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷേ ഈ സെറം അല്ലെങ്കിൽ ബ്ലഡ് ഈ സാമ്പിള് ഈ സലൈനിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. എന്നുവെച്ചാൽ അത് രണ്ട് മിക്സ് ആയപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു. എന്നിട്ട്
അതിൽ നിന്ന് 1 ml എടുത്തിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലോട്ട് ഒഴിക്കും. അതിൽ നിന്ന് 1 ml എടുത്ത് മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒഴിക്കും. അങ്ങനെ മിക്സ് ലാസ്റ്റ് വരുമ്പം ലാസ്റ്റ് ട്യൂബിൽ അപ്പം ഇഷ്ടം 1 ml കൂടുതലായിരിക്കും സാമ്പിൾ. എന്നിട്ട് അതിലുള്ള 1 ml സാമ്പിൾ എടുത്തിട്ട് ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം എല്ലാ ട്യൂബുകളും ഈക്വൽ എമൗണ്ട് സാമ്പിൾ ആകും. ഇതിൽ എല്ലാം കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നുവെച്ചാൽ ഇത്രയും ചെയ്യുമല്ലോ, 1 ml വെച്ചപ്പം എല്ലാ ട്യൂബിലും ആകുമല്ലോ. ലാസ്റ്റ് ട്യൂബിലായിരിക്കും കൂടുതൽ സാമ്പിൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 ml ഡിസ്കാർഡ് ചെയ്ത് കളയും. എന്നിട്ട് ഈ 5 ടെസ്റ്റ് ട്യൂബിലേക്കും 0.5 ml എന്ന ഒരു റേഷ്യോ, ഒരു എമൗണ്ടിൽ ആൻറ്റിജന് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാം ഇപ്പം ഫസ്റ്റിനകത്ത് 0.5, സെക്കൻഡിനകത്ത് 0.5 ml ആൻറ്റിജൻ, അങ്ങനെ ലാസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വരെ 0.5 ml ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഇത് കുറച്ച് ടൈം ഇതിനെ റിയാക്ട് ചെയ്യാൻ വെക്കും. ഈ ആഡ് ചെയ്ത് കൊടുത്ത സാമ്പിളിൽ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഈ ട്യൂബിലുള്ള ആൻറ്റിജനായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ട്യൂബിൽ അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റും. ഇൻക്യുബേഷൻ ടൈം കഴിഞ്ഞ് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ റിസൾട്ട് കിട്ടും. ഇങ്ങനെയാണ് അഗ്ലൂട്ടിനേഷൻ ഒബ്സർവ് ചെയ്യുന്നത്. ഇങ്ങനെ റിസൾട്ട് കിട്ടിയ ശേഷം ഏത് ട്യൂബിലാണ് അഗ്ലൂട്ടിനേഷൻ കൂടുതലുള്ളത് ആ ട്യൂബിനെ ടൈറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ 4ാമത്തെ ട്യൂബിലാണ്, 4th ട്യൂബിലാണ് ഏറ്റവും കൂടുതൽ അഗ്ലൂട്ടിനേഷൻ കാണുന്നത്. അപ്പോൾ ഈ ട്യൂബിനെ ടൈറ്റർ എന്ന് പറയുന്നു. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ഇൻഫെക്റ്റഡ് ആണെന്ന് അറിയുന്നത്. ഓക്കെ.